ഇതില് ഞാൻ ആദ്യം നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഹൈബ്രിഡ് സിസ്റ്റം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതെ, അത് 1:1 റേഷ്യോയിൽ ഇതുവഴിയാണ് നമ്മൾ ഇതിനകത്തേക്ക് നിക്ഷേപിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അതായത് ഇതിനകത്ത് ബാക്ടീരിയ മരിക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ സ്റ്റൗ. നമ്മുടെ ബയോഗ്യാസ് LPG ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഇതല്ല. ഒരു 14 കിലോ ഗ്യാസ് ഒരു മാസം യൂസ് ചെയ്യുന്നവരാണ് നമുക്ക് ഒരു മാസം എന്നുള്ള 2 മാസത്തേക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും മിനിമം. അതിന് വരുന്നത് 38,000 ആണ്, ഇൻക്ലൂഡിങ് GST. നമസ്കാരം. നമ്മളെ ഈ കഴിഞ്ഞ ഇടയ്ക്ക്, അതായത് എൻ്റെ വീട്ടിൽ ഞാൻ പേഴ്സണലി അനുഭവിച്ചൊരു കാര്യം പറയാം. നമ്മുടെ ഈ ഗ്യാസ് ക്ഷാമം വന്ന സമയത്ത്, അതായത് അത് തീരാൻ പോകുന്നു ഒക്കെ പറയുന്നെങ്കിലും പിന്നെ അടുത്ത ദിവസം വീണ്ടും പൊട്ടുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് നമ്മൾ അനുഭവിച്ചത് ഒന്ന് ഗ്യാസിൻ്റെ ക്ഷാമമായിരുന്നു. കിട്ടിയാൽ കുഴപ്പമില്ല, പക്ഷേ ഇത് കിട്ടുന്നത് ഇച്ചിരി കാശ് കൂടുതലാണ് നമ്മൾ മേടിക്കാൻ തരാം. കിട്ടിയില്ലെങ്കിലുള്ള അവസ്ഥ എന്താവും? ആ സമയത്ത് നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടിയത് LPG, അതായത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ്. അതിൽ ഞാൻ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് വെച്ചാൽ, അതിൽ ഞാൻ ഇൻഡക്ഷൻ കുക്കറായിരുന്നു യൂസ് ചെയ്തത്. പക്ഷേ അന്നേരം സോളാർ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ഉപയോഗം കൃത്യമായിട്ട് ഉപയോഗിക്കും. ഇനി അതല്ല, നമ്മുടെ ഏറെയും വീടുകളിൽ സോളാറൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് LPG തന്നെയാണ്. അങ്ങനെയുള്ളവർക്ക് ക്ഷാമം, പിന്നെ അത് കൂടാതെ അത് കിട്ടുന്നതിന് ഉള്ള എക്സ്പെൻസ്, ഇതെല്ലാം വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ലെ ഒരു ഇക്വേഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ വന്ന് നിൽക്കുന്നത് നമ്മുടെ കൊല്ലത്തുള്ള പാവൂർ ബയോഗ്യാസിലാണ്. ബയോഗ്യാസ് വളരെ കാലങ്ങൾക്ക് മുന്നേ കേരളത്തിലുണ്ട്. പക്ഷേ ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന എത്ര പേരുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം ആൾക്കാരുണ്ടാകും. പക്ഷേ നിങ്ങൾ വീട് വെക്കുന്ന സമയത്ത് അത് എത്ര ചെറുതോ വലുതോ ആയിക്കോട്ടെ, അവർക്കെല്ലാം അഫോർഡബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ, ഈസി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അത്രയും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒന്നാണ് എന്ന് കരുതുന്നു. സോ, ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടന്റ്, ഡോക്ടർ ഇന്റീരിയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആദ്യം പറഞ്ഞ പോലെ പാവൂർ ബയോഗ്യാസിന്റെ ഫാക്ടറിയിലാണ്. എൻ്റെ ഒപ്പം ആദർശുണ്ട്. നമസ്കാരം. നമസ്കാരം. ഇത് കറക്റ്റ് സ്ഥലം എവിടെയാ? കൊല്ലത്ത് ഞാൻ പറഞ്ഞു. അതെ, കൊല്ലം ജില്ലയിൽ കറക്റ്റ് സ്ഥലം വരുന്നത് ചവറയിലാണ്. ചവറയായിരുന്നാലും നമ്മൾ ഓൾ ഇന്ത്യ എല്ലായിടത്തും എത്തിക്കുന്നുണ്ട് സാധനം. ഓൾ കേരള നമ്മൾ ഈ സാധനം കൊടുക്കുന്നുണ്ട്. എവിടെ വേണേ സാധനം എത്തിച്ചേരും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറും കൊടുത്തേക്കാം. ചവറ നമ്മുടെ ഹൈവേയുടെ അടുത്തുനിന്ന് തന്നെയാണ്, കുറച്ച് അകത്തോട്ട് കയറി വരണമെന്ന് മാത്രമേ ഉള്ളൂ. അതെ. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിലോട്ട് കിടക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ആക്ച്വലി ബയോഗ്യാസിന്റെ ഒന്ന് ചെയ്യുന്നത്. ഗ്യാസിന്റെ നമ്മൾ യഥേഷ്ടം ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഒരു പ്രത്യേക സമയത്ത് ഇതങ്ങ് ഇല്ലാതായി എന്ന് പറയാണ്. അന്ന് ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ക്യൂ. പിന്നെ ഞാൻ എടുക്കുന്നത് അവരുടെ ഗോഡൌണിൽ നിന്ന് തന്നെയാണ്. ഗോഡൌണിൽ നിന്ന് കൊടുക്കലില്ല, ഒരു വഴിയിൽ വണ്ടി കൊണ്ടുപോയിട്ട് അവിടെ നിന്നായിരുന്നു തന്നിരുന്നത്. അപ്പൊ ഞാൻ അന്നാണ് ശരിക്കും ഇതിന്റെ ഒരു മീൻസ് നമ്മളിത് എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അറിയുന്നത്. ഞാനത് മാനേജ് ചെയ്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. പക്ഷെ അതൊരു നോർമലി ഒരു സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള സാധനമല്ല. ഇൻഡക്ഷൻ കുക്കറിന്റെ ഇലക്ട്രിസിറ്റി ബില്ല് എക്സ്പെൻസ് എത്രയാണെന്ന് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം. അവിടെ ഒരു വെഡ്ഡിയും പോകെ ഓപ്ഷനാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് അല്ലേ? റേറ്റ് ഉൾപ്പെടെ പറയാം, കാര്യം അത്ര അഫോർഡബിൾ ആണ് ഒരു വീട് വെക്കുന്നവർ. കാര്യം ഇന്നൊരു വീട് വെക്കുന്നത് 30 ലക്ഷത്തിന് മേളിലോട്ടാവും. 30 ലക്ഷമൊക്കെ തീരെ താഴെ, ആവറേജിൽ താഴെയാണ്. പക്ഷെ 50 ലക്ഷം ആവറേജ് ആണ്. അങ്ങനെയുള്ളിടത്ത് എനിക്ക് തോന്നുന്നു ഒരു 10% പോലും നമ്മുടെ ആവുന്നില്ല എന്നാണ് വിചാരിക്കാൻ. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിലോട്ട് വരാം. ഇതില് ഞാൻ ആദ്യം നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഹൈബ്രിഡ് സിസ്റ്റം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതെ, അത് നമ്മുടെ ഒരു പ്രത്യേകതയുള്ള ഒരു പ്ലാന്റ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് ഹൈബ്രിഡ് എന്ന് പറയാൻ കാര്യം? അതായത് പണ്ട് കാലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്ലാന്റുകൾ എന്ന് പറയുന്നത് സാധാ ഫ്ലോട്ടിംഗ് ഡോമിലെ ടൈപ്പിൽ പ്ലാന്റ് ആണ്. ഒരു ഡ്രം, ഒരു ടാങ്കിന്റെ മുകളിൽ കമഴ്ത്തിയിട്ട പോലത്തെ ഒരു ഡിസൈൻ ആയിരിക്കും. ഇതാണ് ഈ ഡോം എന്ന് പറയുന്നത്? അല്ലല്ല, ഡോം അല്ലല്ല, ഇതിന് ഉള്ളിലുള്ള സംവിധാനം. അതിനകത്താണ് ഗ്യാസ് ഹോൾഡ് ചെയ്യുന്നതും. ഗ്യാസ് ഫിൽ ആവുന്നതിനനുസരിച്ച് ഡോം ഉയർന്നു വരും, ഉപയോഗിക്കുന്നതിനനുസരിച്ച് താഴ്ന്നു പോകും. ശരി, ആ ഗ്യാസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കും. ഇതിന്റെ ഒരു ഡ്രോബാക്ക് സൈഡിലേക്ക് വന്നപ്പോഴത്തേക്ക് കൊതുകിന്റെ ശല്യമാണ് മെയിൻ ആയിട്ട് വന്നത്. അതിന്റെ സൈഡിൽ ഗ്യാപ്പ് ഉണ്ട്, ക്ലിയറൻസ് ഉണ്ടാവും. അവിടെ കൊതുകിന്റെ പ്രശ്നം വരും. ഇടുന്ന വേസ്റ്റ് എങ്ങാനും ബൈ മിസ്റ്റേക്ക് അതിനിടയിൽ വീണ് കഴിഞ്ഞാൽ സ്മെല്ലിന്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിനെ രണ്ടിനെയും കൂടെ മാറ്റിയിട്ട് അതിന്റെ ന്യൂനതകളെല്ലാം ഒഴിവാക്കി അതിന്റെ ഗുണങ്ങളെല്ലാം കൂടെ ഏകീകരിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഈ കാണുന്ന ഹൈബ്രിഡ് മോഡൽ. ഇതെന്താ മെറ്റീരിയൽ? ഇത് ഫൈബർ മെറ്റീരിയൽ ആണ്, അതുകൊണ്ട് തന്നെ ഡ്യൂറബിൾ ആണ്. അതായത് നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടുള്ള FRP ഡോറിൽ ഉപയോഗിക്കുന്ന ഫൈബർ ഗ്ലാസ് മെറ്റീരിയൽ ആണ്. സെയിം മെറ്റീരിയൽ ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പിന്നെ നമുക്ക് അറിയാലോ, ലൈഫ് എന്തായാലും കൂടുതൽ തന്നെ ആയിരിക്കും. ഡീക്കേയിങ് ഇല്ലാത്ത പ്രോഡക്റ്റ്, ഒരിക്കലും നശിക്കാത്ത പ്രോഡക്റ്റ്. നമ്മൾ നശിപ്പിക്കാൻ നോക്കിയാൽ ഇത് എന്ത് ചെയ്യും നമ്മൾ പ്രൊഡക്റ്റ് ആണ്. ശരി, ഇതിപ്പോ കൺസീൽഡ് ആണെന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു ഓവർലാപ്പിംഗ് ആണോ വരുന്നത്? ഇതിനകത്ത് 2 സെക്ഷനായിട്ടാണ് പ്ലാന്റ് വരുന്നത്. താഴ്ഭാഗത്ത് കാണുന്ന ഏരിയ ഇതാണ് ഡൈജസ്റ്റർ ടാങ്ക്. നമ്മൾ ഇടുന്ന വേസ്റ്റിനെ, അതായത് ഭക്ഷണ അവശിഷ്ടങ്ങളും അങ്ങനെ നടന്ന ഫുഡ് വേസ്റ്റിനെ, ഡീഗ്രേഡ് ചെയ്ത് പോകുന്ന വേസ്റ്റിനെ ഈ ഒരു ടാങ്കിനകത്ത് വെച്ച് പ്രോസസ്സ് ചെയ്ത് ഇതിനെ ഡീഗ്രേഡ് ചെയ്ത് ഡീകമ്പോസ് ചെയ്തിട്ട് 2 ബൈ പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നുണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് ഗ്യാസ്,
അത് നമുക്ക് കിച്ചണിലേക്ക് യൂസ് ചെയ്യാം, ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ. മറ്റൊന്ന് പറയുന്നത് ലിക്വിഡ് ഫെർട്ടിലൈസർ ആക്കി മാറ്റുന്നുണ്ട്, ജൈവ വളമാക്കി മാറ്റുക. അത് നമ്മുടെ ഗാർഡനിങ്ങിനും കൃഷികൾക്കൊക്കെ അത്യാവശ്യം നല്ല ഗുണം കിട്ടുന്നുണ്ട്, നല്ല റിസൾട്ട് ആണ് ഈ ഒരു വളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത്. അതായത് നമുക്ക് ഇതിൽ നിന്ന് 2 പ്രൊഡക്റ്റ് കിട്ടും, 2 പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്, ഫുഡ് ആവശ്യങ്ങൾക്ക് കുക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതെ അതെ. മറ്റത് ഏത് വഴിയാണ്? നമുക്ക് ഇത് വഴിയാണ് പുറത്തേക്ക് വരുന്നത്. ഓഹോ, ഇതൊരു ലിഡ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതെ അതെ. ഇത് നമ്മുടെ ഇതിനകത്ത് വരുന്ന സ്ലറി എപ്പോഴാണ് ഓവർഫ്ലോ ചെയ്ത് വരുന്നത് ആ ടൈമിൽ ഇതുവഴി നമുക്ക് പുറത്തേക്ക് വരും. വന്നു കഴിഞ്ഞത് ഓട്ടോമാറ്റിക്കലി അടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡെഡ് ഫ്ലാപ്പ് സിസ്റ്റം വെച്ചിട്ടുള്ളത്. അതാകുമ്പോൾ ഇതുവഴി നമുക്ക് കൊതുകോ ഈച്ചയോ ഒന്നും ഇതിനകത്തേക്ക് കയറി പോകുന്നില്ല. ശരി. അത് അടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ചെയ്തിട്ടുള്ളത്. ഇതിൽ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അപ്പം നമ്മൾ ഫുഡ് വേസ്റ്റ് എന്ന് പറയുമെങ്കിലും നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുമ്പോൾ ആൾക്കാർ ഇത് എന്ത് ഇതിനകത്ത് യൂസ് ചെയ്യണം യൂസ് ചെയ്യേണ്ടെന്ന് പലർക്കും അറിയില്ല. അതെ അതെ. ഈ ബയോഗ്യാസ് വെച്ചിട്ട് പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്, ഈ അറിവില്ലാതെ യൂസ് ചെയ്യുന്നതുകൊണ്ട് പല ബയോഗ്യാസ് പ്ലാന്റുകളും നിലവിൽ പ്രവർത്തനരഹിതമായിട്ടും കിടക്കുന്നുണ്ട്. അതെ അതെ. പ്രോപ്പറായിട്ട് പല കമ്പനികളും കൊടുക്കുന്നുണ്ട്. പഞ്ചായത്തിൽ നിന്ന് മുൻകാലങ്ങളിൽ പഞ്ചായത്ത് വഴി സബ്സിഡി വഴി കൊടുക്കുന്നുണ്ടായിരുന്നു. അന്നേരം എല്ലാം സംഭവിക്കുന്ന ഒരു പ്രശ്നം ഇതാണ്, അജ്ഞത കൊണ്ട് കാര്യം എന്താണ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാതെ എങ്ങനെ യൂസ് ചെയ്യാം. അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് പ്ലാന്റിന്റെ കപ്പാസിറ്റി എത്ര ഉണ്ടെന്ന് അറിയണം. അതായത് ഓരോ പ്ലാന്റിനും ഓരോ കപ്പാസിറ്റി ഉണ്ട്. അതായത് ഇപ്പം ഇതിനകത്ത് ഒരു ദിവസം നമുക്ക് ഒരു 6 കിലോഗ്രാം ആണ് ഖരമാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ സാധിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ പ്ലാന്റിനാണ്. എത്ര തൊട്ടുണ്ട്? നമുക്ക് 3 kg മുതൽ വരുന്നുണ്ട്. ഒരു ദിവസം 3 കിലോ അതായത് യൂസ് നമുക്ക് ചെയ്ത് അതിനകത്ത് ട്രീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. 3 കിലോയിൽ കൂടുതൽ വേസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ആ പ്ലാന്റിനകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ വർക്ക് ആവത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് അടുത്ത കപ്പാസിറ്റിയിൽ 6 കിലോയുടെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ 6 കിലോയിലും കൂടുതൽ വരുവാണെങ്കിൽ 10 കിലോയുടെ വരുന്നുണ്ട്. അങ്ങനെ മുകളിലേക്ക് നമുക്ക് ഒരു 10 ടൺ വരെ ചെയ്യാനായിട്ട് സാധിക്കും. അതെ അതെ. ശരി. അപ്പം ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് ഇതിന്റെ പ്രോസസ്സ് എല്ലാം നടക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ വേസ്റ്റിനോടൊപ്പം വെള്ളവും 1:1 റേഷ്യോയിൽ ഇതുവഴിയാണ് നമ്മൾ ഇതിനകത്തേക്ക് നിക്ഷേപിച്ചു കൊടുക്കുന്നത്. 1:1 എന്ന് പറഞ്ഞപ്പോൾ 1 കിലോ ഖരമാലിന്യം വിട്ടാൽ 1 ലിറ്റർ വെള്ളം ഇതിനകത്ത് യൂസ് ചെയ്യാം. സാധാരണ വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ദ്രവമാലിന്യങ്ങൾ യൂസ് ചെയ്യാം. കഞ്ഞിവെള്ളം, അരി കഴുകുന്ന വെള്ളം, മീൻ കഴുകുന്ന വെള്ളം ഒക്കെ ഇതിനകത്ത് യൂസ് ചെയ്യാം. അതായത് നമ്മുടെ ഇതിൽ അടുക്കളയിൽ വരുന്ന വേസ്റ്റ് വാട്ടർ വരെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. വേസ്റ്റ് വാട്ടർ എന്ന് പറയുമ്പോൾ സോപ്പ് വെള്ളം പറ്റത്തില്ല, കെമിക്കൽസ്, സോപ്പ് വാട്ടർ അങ്ങനെയൊക്കെ പോകാതെ പ്രത്യേക ശ്രദ്ധയാണ്. കാരണം ഇതൊരു ബാക്ടീരിയൽ പ്രോസസ് ആണ് നടക്കുന്നത്. എന്തൊക്കെ ഇടാൻ മേലെ ഇതിനകത്ത് പലരും പറയും. അതെ അതെ. ഒന്നും മുട്ടത്തോട് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഡിഗ്രേഡ് ചെയ്യത്തില്ല, അതുകൊണ്ട് ഇതിനകത്ത് അടിഞ്ഞുകൂടി കിടക്കത്തേ ഉള്ളൂ. നോർമലി നമുക്കൊരു 5 കൊല്ലം 8 കൊല്ലത്തിനകത്ത് ക്ലീൻ ചെയ്യേണ്ട സംവിധാനം സ്ഥിരമായിട്ട് മുട്ടത്തോട്, ഉള്ളിയുടെ പുറമെയുള്ള തൊലി, അങ്ങനത്തെ ഐറ്റംസ് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് സെഡിമെന്റേഷൻ കൂടാൻ തുടങ്ങും. എന്നിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ഡ്യൂറേഷൻ, ആ ഒരു സ്പാൻ നമുക്ക് കിട്ടത്തില്ല. ശരി. അതുപോലെ മുട്ട പിന്നെ ബാക്ടീരിയ അഫക്ട് ചെയ്യുന്ന സാധനങ്ങൾ, അതായത് സിട്രിക് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മുടെ നാരങ്ങ, ഓറഞ്ച്, അങ്ങനെ അസിഡിറ്റി കൂടാൻ സാധ്യതയുള്ള സാധനങ്ങൾ നമ്മൾ കഴിവതും ഒഴിവാക്കുവാണെങ്കിൽ നല്ലതാണ്. അതായത് ഇതിനകത്ത് ബാക്ടീരിയ മരിക്കാൻ പാടില്ല. അതെ നിലനിർത്തണം. എന്നാൽ നമ്മൾ ഇടുന്ന വേസ്റ്റ് ഈ ബാക്ടീരിയക്കുള്ള ഫുഡാണ്. മനസ്സിലായി. ഇപ്പൊ നമ്മളൊരു ഗ്യാസ് യൂസ് ചെയ്യുന്നു, നമ്മുടെ വീടിനകത്തോട്ട് യൂസ് ചെയ്യാണ്. നമുക്കിത് നമ്മുടെ ഗ്യാസിനാണെങ്കിൽ പോലെ എവിടെയാണ് ഇത് തീരുന്നുണ്ടോ നമുക്ക് അറിയാൻ സിലിണ്ടർ യൂസ് ചെയ്യുമ്പോൾ പറ്റത്തില്ല. പിന്നെ പോയി എടുത്ത് ഏകദേശം ഐഡിയ കിട്ടും. പിന്നെ മാത്രമല്ല ഫ്ലെയിം ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും അതിനെ ഇതാക്കുന്നത്. ഇതിനകത്ത് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? അതാണ് ഈ കാണുന്ന ഒരു ഗ്ലാസിന്റെ ഒരു പോർഷൻ. ഇതാണ് ഒരു ലെവൽ ഇൻഡിക്കേറ്റർ ആണ്. നമ്മുടെ ഗ്യാസിന്റെ ഉപയോഗം അനുസരിച്ചിട്ട് ഇതിനകത്ത് ഒരു യെല്ലോ കളറിൽ ഇങ്ങനെ മുകളിലേക്ക് വരും. ഗ്യാസ് ഫിൽ ആവുന്നതനുസരിച്ചിട്ട്, ഉപയോഗിക്കുന്നതനുസരിച്ചിട്ട് അത് പതിയെ താഴ്ന്നു വരും. ഇത് ഏകദേശം ഒരു 1.5 മണിക്കൂർ യൂസ് ചെയ്യാവുന്ന ഒരു പ്ലാൻ. ഡെയിലി നമുക്ക് ഒരു 1.5 മണിക്കൂർ വരെയാണ് ഇതിനകത്ത് ഗ്യാസ് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ള് നിറഞ്ഞിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ തുടങ്ങി ഒരു മണിക്കൂർ ആകുമ്പോൾ ഏകദേശം ഈ ഒരു ലെവൽ വരും. 1.5 മണിക്കൂർ ആകുമ്പോൾ താഴ്ന്നു പോകുന്നത്. ഇതിനകത്ത് പ്ലാസ്റ്റിക് ഇടാൻ പാടില്ല, പേപ്പർ ഇടാൻ പാടില്ല. ഇലകൾ പോയാലോ? ഇലകൾ നോർമലി ഡീഗ്രേഡ് ചെയ്ത് പോകുന്ന ഇലകൾ പോയിന്ന് വെച്ചിട്ട് മറ്റു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം അവിടെയും വരുന്നുണ്ട്. ഇപ്പൊ വാഴയില പോലത്തെ ഇലകൾ ഇടുവാണെങ്കിൽ ഇതിനകത്ത് നാര് കൂടുതലാണ്, ഫൈബർ കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ റെഗുലർ ആയിട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് സാധാ വേസ്റ്റ് ഡൈജസ്റ്റ് ചെയ്യുന്ന പോലെ ഇല ഡൈജസ്റ്റ് ചെയ്യണം എന്നില്ല. അപ്പം ഇതിനകത്ത് ബ്ലോക്ക് ഉണ്ട്. ലൈൻ വഴിയാണ് പോകുന്നത്, ചെറിയൊരു പൈപ്പ് ലൈൻ ഒക്കെയാണ് അകത്ത് വരുന്നത്. അപ്പൊ അവിടെ ബ്ലോക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഫ്യൂച്ചറിൽ വരുന്നുണ്ട്. മനസ്സിലായി. അപ്പൊ കഴിവതും വാഴയില ഒഴിവാക്കുകയാണെങ്കിൽ നല്ലതാണ്. വാഴയിലൊക്കെ നമുക്ക് പുറത്തിട്ട് ഉണങ്ങുമ്പോഴാണെങ്കിലും കത്തിച്ച് ഒഴിവാക്കാനും ഒക്കെ ഈസിയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് പുറത്ത് നമ്മൾ എടുത്ത് കളഞ്ഞാൽ അവിടെ കിടന്ന് ദുർഗന്ധം ഉണ്ടാവുന്നതോ അതല്ലെങ്കിൽ പട്ടിയും പൂച്ചയും എലിയൊക്കെ വരാൻ സാധ്യതയുള്ളതോ ആയിട്ടുള്ള വേസ്റ്റുകളാണെങ്കിൽ നമുക്കിനകത്ത് മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. മാത്രമല്ല ഗ്യാസ് ഔട്ട്പുട്ടും കൂടുതലാണ്. ഇലകൾ എനിക്ക് എന്റെ അറിവിലോട്ടായിട്ട് ചോദിക്കുന്നതാണ്, പണ്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ബയോഗ്യാസിനെ നേരത്തെ അറിയപ്പെട്ടുകൊണ്ടിരുന്ന ഞാൻ കേട്ടിട്ടുള്ളൂ, ഞാൻ കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളൂ, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്തോണ്ടിരിക്കുന്നത്
ബയോഗ്യാസ് ഗോബർ ഗ്യാസ് എന്നാണ് നമ്മൾ അറിയപ്പെട്ടിരുന്നത്. മുൻകാലങ്ങളെ അറിഞ്ഞിരുന്നത് അങ്ങനെയാണ്. ഇത് അത് തന്നെയാണോ, അതിന് എന്തെങ്കിലും സംഗതി ഇതിനകത്ത് വരുന്നുണ്ടോ? അതായത് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തൊരു ബാക്ടീരിയ വേണമല്ലോ, അത് തനിയെ ഉണ്ടാവുന്നില്ല, നമ്മൾ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഗോബർ തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മൾ. അതിനകത്ത് നമുക്ക് മെഥനോജനിക് ബാക്ടീരിയ, ഇതിനെ നമുക്ക് മീഥേൻ ഗ്യാസ് ആണ് ബയോഗ്യാസിനകത്ത് ഫ്ലെയിമബിൾ ആയിട്ടുള്ളത്. അത് ജനറേറ്റ് ചെയ്യുന്ന ബാക്ടീരിയ കൗഡങ്കിനകത്ത് കൂടുതലായതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് അതിന്റെ ഒരു സൊല്യൂഷനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ പ്രവർത്തനമായിട്ടാണ് നമുക്ക് ഈ ഗ്യാസ് കിട്ടുന്നതും വേസ്റ്റ് ഡൈജസ്റ്റ് ചെയ്ത് പോകുന്നതും എല്ലാം അതിന്റെ ഒരു പ്രവർത്തനമായിട്ടാണ്. മനസ്സിലായി. മറ്റേതിൽ വരുമ്പോഴത്തേക്ക് ഓൾറെഡി മീഥേൻ ബാക്ടീരിയ കൗഡങ്കിൽ ഉണ്ടായതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഗ്യാസ് കിട്ടിക്കൊണ്ടിരിക്കും. വേറെ വേസ്റ്റ് ഒന്നും ആഡ് ചെയ്തില്ലെങ്കിലും ഡിഫോൾട്ട് ആയിട്ട് ഈ ബാക്ടീരിയ ഇതിനകത്ത് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഗ്യാസ് കിട്ടും. ഒരു എളുപ്പത്തിനായിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നു എന്നെ പോലെ തന്നെ ചിലപ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാനുണ്ടാവും. ഞാനിപ്പോൾ ഒരു 14 കിലോ ഉള്ള ഗ്യാസ് കുറ്റി ഒരു മാസം യൂസ് ചെയ്യാണ്, ഒരു മാസം. അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മൾ ഇത് ഒരു 6 കിലോയുടെ ആണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് എത്ര നാൾ നിൽക്കും? നമുക്ക് ഏകദേശം ഡബിളോളം നിൽക്കും. 2 മാസത്തോളം കിട്ടും. നമ്മൾ കറക്റ്റ് പ്രോപ്പർ യൂസേജ് ആണ് എങ്കിൽ 2 മാസമല്ല, ഏകദേശം ഒരു 90 ദിവസം വരെയൊക്കെ കിട്ടുന്നുണ്ട്. 85 മുതൽ 90 ദിവസം വരെ ഈ ഒരു പ്ലാന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് LPGയുടെ ആ യൂസ് ഇത്രയും നീട്ടിക്കൊണ്ടുപോകും. മനസ്സിലായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ LPGക്ക് യൂസ് ചെയ്യുന്നത് ഒരു മാസം എടുക്കുന്നവനാണ് അവൻ 1000 രൂപ വെച്ച് ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് 1180 10 മാസം എന്ന് പറയുമ്പോൾ 11,000 10 രൂപ എന്ന് കണക്കാക്കിക്കോളൂ. അതൊരു 3 വർഷത്തിലോട്ട് കണക്കാക്കിയാൽ എടുക്കുന്ന പ്രൈസ് നിങ്ങളുടെ ഈ പ്രോജക്റ്റിന് വരത്തുള്ളൂ അല്ലേ? അത്രയും ആവത്തില്ല. അതിനെക്കുറിച്ച് ലാസ്റ്റ് പറയാം. ഞാനതിപ്പോ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞോളൂ. എടുത്തു ചോദിക്കാനുള്ളത്, ഞാൻ വിചാരിച്ചത് നമ്മുടെ ഇപ്പൊ നോർമലി ഉപയോഗിക്കുന്ന സ്റ്റൗവിൽ ഇത് കണക്ട് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. പലതുകൊണ്ട് പല കാഴ്ചയിൽ അതുപോലത്തെ സ്റ്റൗ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നിരുന്നാലും നമുക്ക് അത് യൂസ് ചെയ്യാം. ബയോഗ്യാസ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. സ്റ്റൗ വാങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് ബയോഗ്യാസ് മാർക്ക് ചെയ്ത സ്റ്റൗകൾ കിട്ടുന്നു. നമുക്ക് അതൊന്ന് കണ്ടു തന്നെ സംസാരിച്ചാൽ കുറച്ചുകൂടി. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് സ്റ്റൗവിലാണ്. ഇതാണ് നമ്മുടെ സ്റ്റൗ. പക്ഷെ ഇത് നിങ്ങൾ ആരാണ്ടിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും അല്ലേ? എപ്പോഴും തീർച്ചയായിട്ടും. കാരണം മാറ്റങ്ങൾ ആണ് എപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഓക്കെ. ഇതിൽ എടുത്തു പറയട്ടെ, നമ്മുടെ സിലിണ്ടർ യൂസ് ചെയ്യുന്ന പോലെ ഒരു സിലിണ്ടർ ഇല്ല. ഞാൻ എന്നെപ്പോലെ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്നെപ്പോലെ ഒരാൾക്ക് വേണ്ടി അങ്ങനെ പറയാം. കാരണം വെച്ചാൽ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കത്തില്ല ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുന്നവരുണ്ടാവും, അറിയത്തില്ലാത്തവരുണ്ടാവും. ഗ്യാസ് കുറ്റിയില്ല ഇതിനകത്ത്, ഡയറക്റ്റ് നമ്മുടെ ഈ സ്റ്റോറേജ് പ്ലാന്റിൽ തന്നെയാണ്. പ്ലാന്റിൽ അവിടെ നിന്നാണ് ഇതിനകത്തോട്ട് കണക്ഷൻ വരുന്നത്. നമ്മൾ പൈപ്പ് ചെയ്ത് നേരെ സ്റ്റൗവിലോട്ടാണ് കൊടുക്കുന്നത്. ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റൗ ഓൺ ആവും. ഇതുവഴിയാണ് നമ്മൾ ഫ്ലെയിം വരുന്നത്. ഈ ഫ്ലെയിം നമ്മുടെ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നിടത്ത് സിം അങ്ങനെ പല ഇതുണ്ട്. അങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ. തീർച്ചയായിട്ടും ഇത് ഫുൾ ക്ലോസ് ആണ്. ഇതൊരു 25%, 50%, 100%. അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഇത് കത്തിച്ച് നോക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതി നമുക്ക് മനസ്സിലാവും. ഇതിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇതില് നമുക്ക് നോർമലി മറ്റ് ഗ്യാസുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ അതിന് കട്ട് ഓഫ് ഒക്കെ വന്നു. പക്ഷെ നോർമലി ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഗ്യാസ് ലീക്ക് ആയി കഴിഞ്ഞാൽ അതിനകത്തൊക്കെ അപകടം. അതുകൊണ്ട് നമ്മൾ കോപ്പർ ലൈൻ ചെയ്യുന്നു, വെളിയിലോട്ട് ഗ്യാസ് ആക്കുന്നു ഒക്കെ ചെയ്തു. ഇതിൽ അങ്ങനെ ഒരു കേസ് ഉണ്ടോ? ഇത് നോർമലി നമ്മുടെ ബയോഗ്യാസ് LPG ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഇതല്ല. നോർമലി നമ്മളിപ്പോൾ അറിയാതെ ഗ്യാസ് സ്റ്റവ് തുറന്നു കിടക്കുന്നു. സാധാരണ എല്ലായിടത്തും സംഭവിക്കുന്ന ഒരു കേസ് ഉണ്ട്. അത് ആദ്യം ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ ബയോഗ്യാസ് നമ്മളിത് ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും കുക്കിങ്ങിന് വേണ്ടി വെച്ചു. ചിലപ്പം യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് പ്ലാന്റിനകത്ത് ഗ്യാസിന്റെ ലെവൽ താഴ്ന്നു നിൽക്കുന്ന സമയത്തായിരിക്കും. ഓൾമോസ്റ്റ് വീട്ടമ്മ ഇത് കുക്കിങ്ങിന് വെച്ചിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിന്നിരിക്കും. ഗ്യാസ് തീർന്ന് തീ ഓഫ് ആയിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ വന്ന് ഇതിനകത്ത് കുക്ക് ചെയ്ത സാധനം മാറ്റി വെക്കുന്നു. അന്നേരവും ഈ വാല് ചിലപ്പോൾ ക്ലോസ് ചെയ്യാനായിട്ട് വിട്ടുപോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ജനറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ഇതുവഴി എപ്പോഴെങ്കിലും ലീക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അത് ഇതിന്റെ ഒരു മണം മനസ്സിലാക്കി വന്ന് ക്ലോസ് ചെയ്യുന്നവരെയും ലീക്ക് ആയിക്കൊണ്ടിരിക്കും. തൊട്ടടുത്തൊരു LPG സ്റ്റൗ മാറിയിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാലും ഇത് അങ്ങോട്ട് കയറി തീ പിടിക്കുകയോ പൊട്ടിത്തെറിക്കുകയോ അങ്ങനെ ഒരു ഭീഷണി ഇതുവരെ വന്നിട്ടില്ല. വന്നിട്ടില്ല. പ്രശ്നമില്ല. പിന്നെ ഒരു ലാർജ് ക്വാണ്ടിറ്റി കംപ്രസ് ചെയ്ത് പ്യൂരിഫൈഡ് ആയിട്ടുള്ള മീഥേൻ ഗ്യാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ LPGയുടെ സെയിം അവസ്ഥ ഇവിടെയും വരും. വന്നേക്കാം. അതെ. ശരി. ഇതിപ്പോ നമുക്കിപ്പോ ഒരു ഗ്യാസ് യൂസ് ചെയ്യാനായിട്ടുള്ള സാധനം ഒരു ദിവസം നമ്മൾ ഒരു 6 കിലോയാണെന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂർ യൂസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യവും നമുക്കുണ്ട്. എടുത്തു പറയട്ടെ, നിങ്ങളൊരു 14 കിലോ ഗ്യാസ് ഒരു മാസം യൂസ് ചെയ്യുന്നവരാണ്. നമുക്ക് ഒരു മാസം എന്നുള്ള 2 മാസത്തേക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. മിനിമം അതൊരു ബെയർ മിനിമം പറയുന്നത്. യൂസേജ് അനുസരിച്ച് അതിന് ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. പിന്നെ ഏതൊരു സാധനം ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് വേസ്റ്റ് ഇടാതെ നമ്മളൊരു എനർജി ബാക്ടീരിയ കൊടുത്താൽ മാത്രമേ അത് നമുക്ക് റിസൾട്ട് ആയിട്ട് ഗ്യാസ് തരത്തുള്ളൂ. സീരിയസ്ലി. ഇപ്പൊ 3 കിലോ ഇടുന്നതിന് നമ്മൾ 1.5 കിലോ ഇട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഗ്യാസേ കിട്ടത്തുള്ളൂ. അത് ഇതിൽ എപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന ലൈറ്റേഴ്സ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ലൈറ്റർ ജസ്റ്റ് ഫ്ലെയിം ലൈറ്ററാ. അല്ലാതെ ഇതിൽ എങ്ങനെ ആ ലൈറ്റർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്? ഇതിനകത്ത് ഒരിക്കലും സ്പാർക്ക് വെച്ച് കത്തത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് കുറച്ച് സേഫർ ആണെന്നും കൂടെ പറയുന്നത്. ചെറിയ സ്പാർക്കിലൊന്നും കത്തത്തില്ല. കണ്ടിന്യൂസ് ഫയർ തന്നെ വേണം.
തീപ്പെട്ടി വെച്ചിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ ലാമ്പോ പോലത്തെ ലാമ്പുകൾ വെച്ചിട്ടോ നമുക്ക് കത്തിക്കാം. ഇനി ഇതിന്റെ ഒരു വില ഭാഗം ഞാൻ ചോദിച്ചോട്ടെ. ഇന്ന് ഡേറ്റ് 29 6 മാസമാണ് 2026. 7 മാസമാണ്. സോറി 7 മാസമാണ് 2026. ഈ ദിവസത്തെ റേറ്റ് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് പ്ലാന്റിന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് ഈ ഡൊമസ്റ്റിക് പ്ലാന്റുകളുടെ റേറ്റ് ആണ് ഇപ്പം പറയുന്നത്. അതിലിപ്പോ ഏറ്റവും ചെറിയ പ്ലാന്റ് വരുന്നത് 3 കിലോഗ്രാം വേസ്റ്റ് ആവുന്ന പ്ലാന്റ് ആണ്. ലൈറ്റ് ഡ്യൂട്ടി പ്ലാന്റ് ആണ് നമ്മൾ അതിനെ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ചെറിയ ഫാമിലിക്ക്, ന്യൂക്ലിയർ ഫാമിലികൾ, ഒരു അച്ഛനമ്മ 2 കുട്ടികൾ, മാക്സിമം ഒരു 4 മെമ്പേഴ്സ് വരുന്ന ഫാമിലിക്ക് ആപ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. 3 kg സോളിഡ് വേസ്റ്റും 3 ലിറ്റർ ലിക്വിഡ് വേസ്റ്റ് ഇടാവുന്ന ഒരു 1 hour വരെയാണ് അതിനകത്ത് ഗ്യാസ് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതിന് വരുന്നത് 38,000 ആണ്, ഇൻക്ലൂഡിംഗ് GST, ഇൻസ്റ്റലേഷൻ ആൻഡ് ഫിറ്റിംഗ്സുകൾ, ഓൺ സൈറ്റ് ഡെലിവറി ഓൾ ഓവർ കേരള. അത് ചോദിക്കാൻ 1 year ഫ്രീ സർവീസ്. 1 year ഫ്രീ സർവീസും ഉണ്ട്. അതിനകത്ത് അതും കൂടെ വരുന്നത്. ശരിക്കും സർവീസ് ആവശ്യമുള്ള ഒരു സാധനമാണ്. അതായത് ഇതിനകത്ത് നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. സാങ്കേതികവും മറ്റു രീതിയിലുള്ള നമ്മൾ എത്രയൊക്കെ ഇൻസ്പെക്ട് ചെയ്തിട്ട് വിട്ടാലും എന്തെങ്കിലും ഡിഫക്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ ഒരിക്കലും നമ്മൾ കസ്റ്റമറുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുന്നില്ല. അത് നമ്മൾ തന്നെ ഇതിന് റെക്ടിഫൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതെ, എന്ത് ഇപ്പോൾ ബോഡിക്കാണെങ്കിൽ ക്രാക്ക് വരാം, ലീക്കേജ് വരാനുള്ള സാധ്യതകളുണ്ട്. നമ്മളെല്ലാം ഇവിടുന്ന് എല്ലാ 100% ടെസ്റ്റ് ചെയ്ത് ലീക്ക് ടെസ്റ്റ് എല്ലാം ചെയ്തിട്ടാണ് വിടുന്നത്. എന്നിരുന്നാൽ പോലും ട്രാൻസ്പോർട്ടേഷൻ ഇവിടുന്ന് ചിലപ്പോൾ കൊല്ലത്ത് കാസർഗോഡ് ആയിരിക്കും ചെയ്യുന്നത്, ബാംഗ്ലൂർ ആയിരിക്കും ചെയ്യുന്നത്, ഹൈദരാബാദ് ആയിരിക്കും ചെയ്യുന്നത്. എന്നിരുന്നാലും ഇത്രയും ദൂരം റോഡിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഉണ്ടാവാൻ എന്തെങ്കിലും സാധ്യത വരുവാണെങ്കിൽ മാത്രം നമുക്ക് അതിന്റെ സർവീസ് 1 year വരെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലും ഞാൻ ആദ്യം പറഞ്ഞതാണ്, നിങ്ങൾ 1 വർഷം ഉപയോഗിക്കുന്ന LPGയുടെ റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആ 1 year ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് ഇതിന് വരുന്നത്. ബാക്കിയെല്ലാം നമ്മൾ തന്നെ, ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കുള്ള ഗ്യാസ് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നു. അടുക്കളയുടെ അടുത്താണല്ലോ ഇത് വെക്കുക. ഒരു ഐഡിയൽ ഡിസ്റ്റൻസ് ഇതിനുണ്ടോ? ഐഡിയൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റൗവിൽ നിന്ന് ഒരു 15 മീറ്റർ ആണ് ഇതിന്റെ നല്ലൊരു പ്രഷറോടുകൂടി ഗ്യാസ് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരുപാട് ദൂരം 25-30 മീറ്റർ ദൂരത്തേക്ക് വെച്ചാലും ഇത് വർക്ക് ചെയ്യത്തില്ല എന്നല്ല പറയുന്നത്, വർക്ക് ചെയ്യും. കമ്പാരിറ്റീവ്ലി മറ്റേ പ്രഷർ കുറച്ച് കുറയാനുള്ള ഒരു സാധ്യത വരുന്നുണ്ട്. പ്രഷർ കൂടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ അടുത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഈ പുതിയ മോഡൽ പ്ലാന്റുകൾ, ഈ ഹൈബ്രിഡ് മോഡൽ ആകുമ്പോഴത്തേക്ക് നമുക്ക് വീടിനോട് ചേർന്നും വീടിനകത്ത് വെച്ച് ഉപയോഗിക്കുന്നവരുണ്ട്, ബാൽക്കണിയിൽ വെക്കുന്നവരുണ്ട്, സിറ്റ് ഔട്ട് പോലത്തെ ഏരിയയിൽ, കോർട്ട്യാർഡിൽ വെക്കുന്നവരുണ്ട്. തൊട്ടടുത്ത് തന്നെ വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ നമുക്ക് അധികം സ്ഥലമില്ല, അങ്ങനെയുള്ളിടത്ത് നമുക്ക് ടെറസിൽ വെക്കാം. തീർച്ചയായിട്ടും വെക്കാം. വീണ്ടും പറയട്ടെ, നമ്മുടെ ഒരു വീട്ടിലേക്ക് നമ്മൾ ഗ്യാസ് LPG യൂസ് ചെയ്യുന്നിടത്ത് അവർക്ക് അതിനോടൊപ്പം ചെയ്യാൻ പറ്റുന്ന അത്രയും നമുക്ക് ലൈഫ് സ്പാൻ എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ആക്ച്വലി ബയോഗ്യാസ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ്, നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് വീഡിയോ ചെയ്ത് ഓൾറെഡി കയറി പോയിട്ടുണ്ട്. അത് നമ്മുടെ ഇവിടെ ചെയ്ത ഒരു വീട്ടിലെ തന്നെയാണ്. സ്വന്തം വീട്ടിലാന്ന് പറയാമോ? എന്റെ വീട്ടിൽ തന്നെയാണ്. സ്വന്തം വീട്ടിലെയാണ്. പരീക്ഷണങ്ങളെല്ലാം നടക്കുന്നത് അവിടെയാണ്. അതെ, ഇവരുടെ R&D ലാബ് തന്നെ അടുക്കളയാണ്. അമ്മയാണ് മെയിൻ ആയിട്ട് നടത്തുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നേരിട്ട് വിളിച്ചോളൂ. ആദർശ് ബ്രോ, അടിപൊളിയാവട്ടെ. നമുക്ക് എപ്പോഴും പറയും, നമ്മളെല്ലാപ്പോഴും പറയുന്നതാണ് ഇക്കോ ഫ്രണ്ട്ലി ഗ്രീൻ എന്നൊക്കെ. അൾട്ടിമേറ്റ് ഗ്രീൻ പ്രൊഡക്റ്റ്, സിമ്പിൾ ആയിട്ട്, വേറൊരു മായവും ഇല്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. എടുത്തു പറയുന്നത് സർവീസാണ്. വളരെയേറെ വർഷങ്ങളായിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യുന്ന, കൃത്യമായിട്ട് സർവീസ് ചെയ്യുന്ന, ഇപ്പോഴും സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ ഇതിന്റെ ക്ഷാമകാലത്ത്, LPGയുടെ ക്ഷാമകാലത്ത് ഇവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കാനായിട്ടില്ലായിരുന്നു, അത്രയും വന്ന പൈപ്പ് ലൈനിൽ നിൽക്കുന്ന ഒരു ഫേം. നമ്പറിൽ വിളിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ഇവർ വന്നുകൊണ്ട് സർവീസ് കൃത്യമായിട്ട് ചെയ്തു തരും. വീണ്ടും കാണാം അടുത്തൊരു മികച്ച വീഡിയോ. അതൊരിക്കും അജയ് ശങ്കർ സൈനിങ്, ഡോക്ടർ.